നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസേനയെ അടയ്ക്കാം. നമുക്കൊരു നിമിഷം കൂടി ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല അപ്പച്ച, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തെങ്കിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, നിൻ്റെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് അല്പസമയം കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി. അങ്ങയുടെ അഭിഷിക്തന്മാരെ എല്ലാം ഓർക്കുന്നു. പ്രത്യേകാൽ അങ്ങയുടെ ശ്രേഷ്ഠ ദൈവപുത്രൻ ടിനു ജോർജിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹശുശ്രൂഷന്മാർക്കായി സഭയിലെ ഓരോ കുടുംബങ്ങൾക്കുമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ദൈവം ഞങ്ങളോട് ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമേ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വേദവാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 1-ാമത്തെ വേദവാക്യം നമുക്കൊന്ന് എടുക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 22-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 1-ാമത്തെ വേദവാക്യം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? ആമേൻ. ഇന്ന് ഈ ആഴ്ചയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം, പീഡാനുഭവങ്ങളുടെ ഒരാഴ്ച കൂടിയാണ്. ക്രൈസ്തവ സമൂഹം മുഴുവൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തെ ധ്യാനിക്കുന്ന ഒരാഴ്ച കൂടിയാണ്. അടുത്ത ദിവസങ്ങളെല്ലാം ജനം അതിനുവേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജനം അതിനുവേണ്ടി വിശുദ്ധിയോടെ യേശുവിൻ്റെ ക്രൂശിനെയൊക്കെ ധ്യാനിക്കാൻ കഴിഞ്ഞ ദിവസങ്ങളായി വളരെ ആകാംക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കുകയാണ്. ഞാൻ മറ്റൊരു വിഷയം സംസാരിക്കാനാണ് കടന്നു വന്നതെങ്കിലും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ആഴ്ചത്തെ ഈ ദിവസങ്ങളിൽ ആ ക്രൂശിനെ ഒന്ന് ധ്യാനിപ്പാനും, അല്ലെങ്കിൽ യേശുവിൻ്റെ ക്രൂശിനെ ഒന്ന് തൊട്ട് ചില കാര്യങ്ങൾ ഓടിച്ചെന്ന് പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമ്മൾ അതിന് ആധാരമായിട്ട് വായിച്ച സങ്കീർത്തനം 22-ാമത്തെ സങ്കീർത്തനമാണ്. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തന ഭാഗം. 22-ാം സങ്കീർത്തനം ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അതൊരു മശികൈക സങ്കീർത്തനമാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം, സങ്കീർത്തനം 22-ാമത്തെ അധ്യായം, യെരമ്യാ പ്രവചനത്തിലെ ചില ഭാഗങ്ങൾ എന്നിത്യാദി അധ്യായങ്ങളെല്ലാം തന്നെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ ധ്യാനിക്കുന്ന തിരുവെഴുത്തുകളാണ്. കുറച്ചുകൂടി പറഞ്ഞാൽ, കർത്താവിൻ്റെ ദാസനായ ദാവീദിൻ്റെ ചരിത്രമാണ് 22-ാം അധ്യായത്തിലെ ചരിത്രമെങ്കിലും അത് മശികയെക്കുറിച്ചുള്ള ഒരു തിരുവെഴുത്താണ്, ഒരു പ്രവചന ഭാഗമാണ്. നമുക്ക് 22-ാം സങ്കീർത്തനത്തെക്കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ അതിന് ശേഷമുള്ള 2 സങ്കീർത്തനങ്ങളെ കൂടി ഒന്ന് ഓർത്തു പോകുന്നത് നല്ല കാര്യമാണ്. കാരണം 23-ാം സങ്കീർത്തനവും 24-ാം സങ്കീർത്തനവും മശികൈക സങ്കീർത്തനം തന്നെയാണ്. 22-ാം സങ്കീർത്തനവും 23-ാം സങ്കീർത്തനവും 24-ാം സങ്കീർത്തനവും മശികൈക സങ്കീർത്തനമാണ്. എന്ന് വെച്ചാൽ, വാഴ്ത്തപ്പെട്ടവനായ മശിക തമ്പുരാന്റെ ശുശ്രൂഷയുടെ 3 പ്രത്യേക അധികാരങ്ങളെയും 3 പ്രത്യേക പദവികളെയുമാണ് ഈ 3 സങ്കീർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 22-ാം സങ്കീർത്തനത്തിനകത്ത് ഭൂതകാലത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്ന വിശ്വസ്തനായ നല്ല ഇടയനായ കർത്താവിനെ കുറിച്ചാണ്. ആ കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? 23-ാം സങ്കീർത്തനമാവട്ടെ, വർത്തമാനകാലത്തിൽ എന്നെയും നിങ്ങളെയും നടത്തുന്ന, ആമേൻ, സ്നേഹിക്കുന്ന ശ്രേഷ്ഠ ഇടയനായ കർത്താവിനെ കുറിച്ചാണ്. 24-ാം സങ്കീർത്തനത്തിനകത്ത് ഭാവി പ്രത്യാശയാൽ നാം കാത്തിരിക്കുന്ന നമ്മുടെ ശ്രേഷ്ഠനും വലിയ ഇടയനുമായ നമ്മുടെ കർത്താവിനെ കുറിച്ചാണ് 24-ാം സങ്കീർത്തനം. കാരണം 22-ാം സങ്കീർത്തനത്തിനകത്ത് അതിൻ്റെ ആരംഭം എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ത് എന്ന ശബ്ദത്തോടെയാണ്. എന്നാൽ 23-ാം സങ്കീർത്തനമാവട്ടെ, യഹോവ എൻ്റെ ഇടയൻ ആകുന്നു.
24-ാം സങ്കീർത്തനമാവട്ടെ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാകുന്നു. എന്നിട്ട് അതിന് താഴെ വരുമ്പോൾ പ്രശസ്തമായ ഒരു വാക്യം നമ്മളെല്ലാവരും എപ്പോഴും വായിക്കുന്ന വാക്യമാണ്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും യുദ്ധവീരനുമായ യഹോവ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ഈ 3 അധ്യായങ്ങൾ യേശുക്രിസ്തുവിന്റെ 3 പ്രത്യേക ശുശ്രൂഷയെ കാണിക്കുന്നു. എന്നാൽ ഇന്നത്തെ വിഷയം 22-ാം അധ്യായമാണ്. 22-ാം അധ്യായത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്ന, എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച കർത്താവിനെ ഓർപ്പിക്കുന്നതാണ് 22-ാം സങ്കീർത്തനം. 22-ന്റെ 1 എൻ്റെ ദൈവമേ എന്നുള്ള നിലവിളിയാണെങ്കിലും ഈ ശബ്ദം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ശബ്ദം എവിടെയെങ്കിലും മുഴങ്ങുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. എവിടെയാണ്? ഇരു കള്ളന്മാരുടെ നടുവിൽ കാമേൻ കാലുകളിലും കൈകളിലും ആണി തുളയ്ക്കപ്പെട്ട് വിലപ്പുറം കുത്തി തുറന്ന് ആമെ തലയിൽ മുൾക്കിരീടം ധരിപ്പിച്ച് കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമായി യെശയ്യാ 53 പറയുന്നത് പോലെ ഗൊൽഗോഥ മലയിൽ അവൻ കിടക്കുകയാണ്. ഞാൻ ഇടക്കിടക്ക് ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഗെത്സമനയുടെ തോട്ടത്തിൽ രക്തം വിയർപ്പുതുള്ളിയായി വീഴുന്നു. ആമേൻ. ഗെബഥ എന്ന് പറയുന്ന പീലാത്തോസിന്റെ കൽത്തളത്തിൽ അവർ യേശുവിന്റെ രക്തം അടിച്ച് പുറത്ത് ചാടിക്കുന്നു. എന്നാൽ ഗൊൽഗോഥയിൽ അവന്റെ ശരീരത്തിന്റെ ഹൃദയ ധമനിക്കകത്ത് കിടക്കുന്ന രക്തം അവൻ കുത്തി പുറത്തെടുക്കുന്നു. 3 ചിന്തകളാണ്. ഒന്നുകൂടി പറയാം. 1, അവൻ ഗെത്സമനയിൽ രക്തം വിയർപ്പ് തുള്ളിയായി നിലത്ത് വീഴുന്നു. അവൻ ഗെബഥ എന്ന് പറയുന്ന കൽത്തളത്തിനകത്ത് അടിച്ച് അവർ രക്തം പുറത്തെടുക്കുന്നു. എന്നാൽ ഗൊൽഗോഥയിലാകട്ടെ അവന്റെ മാർവിൽ കിടക്കുന്ന രക്തം പടയാളി കുത്തി പുറത്തെടുക്കുന്നു. 3 സ്ഥലത്തും ചാടിയത് ഒരേ രക്തമാണ്. എന്നാൽ അവൻ എന്നിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനം ഇന്ന് തിരിച്ചറിയണം, ഗെത്സമനയിൽ വിയർപ്പ് തുള്ളിയായി ഒഴുകിയത്, ഗെബഥയിൽ അടിച്ച് പുറത്തെടുത്തത്, ഗൊൽഗോഥയിൽ കുത്തി പുറത്തെടുത്തതിന്, ഗൊൽഗോഥയിൽ ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ദൈവജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ മനസ്സിലാക്കണം കേട്ടോ, ആ രക്തത്തിന്റെ വിലയാണ്, ആ രക്തത്തിന്റെ വീണ്ടെടുപ്പിന്റെ വിലയാണ് ഇന്ന് രാത്രി ദൈവത്തെ ദൈവജന ആരാധിക്കുന്ന. മറക്കരുത്, അവൻ ആരാധിക്കേണ്ട ദൈവജന ആത്മാവിൽ കരമടിച്ച് ഇന്ന് രാത്രി ആരാധിക്കട്ടെ. ഞാനും നിങ്ങളോ ആ രക്തത്താൽ സമ്പാദിച്ചതാണ്. നമ്മുടെ മേൽ കിടക്കുന്ന വില യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി പുസ്തകത്തിൽ പറയുന്നു, തന്റെ സ്വന്തം രക്തം കൊണ്ട് സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. ആമേൻ. അവന്റെ രക്തത്താൽ സമ്പാദിച്ചതാണ് ദൈവത്തിന്റെ സഭ. എന്റെ ഉള്ളം കത്തുന്ന ഒരു വേദവാക്യമാണ് അപ്പോസ്തല പ്രവൃത്തിയിലുള്ളത്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ അഭിഷിക്തൻ ഇങ്ങനെ പ്രസംഗത്തിനിടെ പറയുന്നു, തന്റെ രക്തം കൊണ്ട് സമ്പാദിച്ച ദൈവത്തിന്റെ സഭ. എന്നെ കേൾക്കുന്ന ദൈവജന ഇന്ന് രാത്രി തിരിച്ചറിയണം, സഭയെ നേടിയത് ഞാനോ ടിനിപ്പാസ്റ്റോ ഒന്നുമല്ല. സഭയ്ക്ക് വേണ്ടി വില കൊടുത്തത് അഭിഷിക്തന്മാരായ ഞങ്ങളല്ല, രക്തം വിലയായി കൊടുത്തത് കർത്താവായ യേശുവാണ്. അതുകൊണ്ട് സഭ ഇന്ന് തിരിച്ചറിയണം, സഭ രക്തത്തിന്റെ വിലയാണ്. രക്തത്തിന്റെ വിലയായതുകൊണ്ട് ആ രക്തത്തിന്റെ വിലയായി ദൈവജനത്തെ തൊടാൻ ദൈവം പിശാചിനെ അനുവദിക്കയില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആമേൻ. ആമേൻ. 22-ാം സങ്കീർത്തനം ആ നിലവിളിയുടെ ശബ്ദമാണ്. എന്നാൽ ഒരൊറ്റ ദൂത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കായിട്ട് പ്രാരംഭം വിളിച്ചു പറയാം. യേശുവിന്റെ പ്രധാന ശുശ്രൂഷയുടെ 3 ഘട്ടങ്ങൾ വരുമ്പോൾ 24-ാം സങ്കീർത്തനം എന്താ നിങ്ങൾക്കറിയാമോ? ഭാവി പ്രത്യാശയിൽ താമസമില്ല. ദൈവസഭയെ ചേർക്കാൻ 2ാമത് കർത്താവ് പ്രത്യക്ഷനാകും. ദൈവസഭയെയും കൊണ്ട് മണിയറവാസത്തിനായിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യും.
അവൻ മധ്യാകാശത്ത് വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് വനമേഘത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടും. 7.5 വർഷത്തെ മണിയറവാസം കഴിഞ്ഞ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി യേശു കർത്താവ് വീണ്ടും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഒലിവുമലയിൽ അവന്റെ പാദങ്ങൾ ചവിട്ടും. വിശ്വസ്തം ഉള്ളവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് അവൻ വീണ്ടും ഇറങ്ങി വരും. അവന്റെ പാദം ഒലിവുമലയിൽ ചവിട്ടും. ഒലിവുമല 2 കീറി മാറും. അന്ന് യേശുവിന്റെ വിലപ്പുറത്ത് കുത്തിയവർ കുത്തുവിങ്ങിലേക്ക് നോക്കും. പക്ഷെ ഒരു സത്യം തിരിച്ചറിയണം. അന്ന് ഒലിവുമലയിൽ കാല് ചവിട്ടുന്ന തമ്പുരാൻ യെരൂശലേം ദൈവാലയത്തിന് അങ്കണത്തിലേക്ക് അവൻ കടന്നു വരും. അവൻ കടന്നു വരുന്നത് യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ വഴിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ വഴി 1000 ആണ്ട് വാഴ്ച നടത്താൻ യേശു കർത്താവ് ഈ ലോകത്തേക്ക് വരുമ്പോൾ ഒരു സത്യം ദൈവജനം തിരിച്ചറിയണം. യെരൂശലേമിന്റെ കിഴക്കേ വാതിൽ അവൻ ശത്രുക്കൾ അടച്ചു വെച്ചിരിക്കും. എന്ന് വെച്ചാൽ AD 70 യെരൂശലേം ദൈവാലയം തകർക്കപ്പെടുകയും അവൻ കല്ലിന്മേൽ ശേഷിക്കാതെ യെരൂശലേം ദൈവാലയ കുപ്പക്കുന്നാക്കി തവിടുപൊടിയാക്കുകയും ചെയ്തു. എന്നാൽ തകർക്കാത്ത ചിലതുണ്ട്. മതിലുകൾ തകർക്കപ്പെട്ടിട്ടില്ല. യെരൂശലേമിന്റെ മതിലുകൾ നെഹമ്യാവിന്റെ കാലത്ത് പിശാച് തകർത്ത് അവൻ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ചണ്ടിക്കുമ്പാരമാക്കിയിട്ടു. എന്നെ നെഹമ്യാവ് എന്ന് പറയുന്ന അഭിഷിക്തനാൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ആ ദൈവദാസൻ ആ മതിലുകൾ പണിതു. മതിൽ പണിത കൂട്ടത്തിൽ വാതിലുകൾ വെച്ചു. അവൻ അനവധി വാതിലുകളുണ്ട്. കുതിരവാതിൽ, കുപ്പവാതിൽ, ആനവാതിൽ, ഹട്ടുവാതിൽ. യെരൂശലേമിന്റെ മതിലിൽ അനവധി വാതിലുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വാതിലാണ് കിഴക്കേ വാതിൽ. എന്താണ് കിഴക്കേ വാതിലിന്റെ പ്രത്യേകത? നമ്മുടെ പ്രാണപ്രിയനായ കർത്താവും ഇന്ന് ജീവനോടെ ശേഷിച്ച് രൂപാന്തരപ്പെട്ട് സ്വർഗത്തിൽ പോയ ദൈവസഭയും തിരിച്ച് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് യെരൂശലേമിന്റെ കിഴക്കൽ വാതിൽ വഴി യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്ന ഒരു നിത്യ സൗരഭ്യ സമയം ദൈവം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. ആമേൻ. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് യെരൂശലേം ദൈവാലയം നെബൂഖദ്നേസർ രാജാവിന്റെ കാലം കഴിഞ്ഞ് തുർക്കികൾ യെരൂശലേം പിടിച്ചടക്കി. തുർക്കി രാജാവ് സുൽത്താൻ അതിനെ പിടിച്ചടക്കിയപ്പോൾ ആരോ പറഞ്ഞു, ഈ കിഴക്കേ വാതിൽ ഉണ്ടല്ലോ, ആ കിഴക്കേ വാതിൽ ഒരിക്കലും തകർക്കാൻ കഴിയില്ല. കാരണം ഇവരുടെ ഭാവി മശിഹ അവൻ വരാൻ പോകുന്നത് കിഴക്കേ വാതിൽ വഴിയാണ്. 20 ടൺ വെയിറ്റ് കൊണ്ട് കല്ലമ കെട്ടി ഉണ്ടാക്കിയ കിഴക്കേ വാതിൽ സുൽത്താൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ മശിഹ കയറി വരുന്നത് ഒന്ന് കാണണമെന്ന് പറഞ്ഞ് കിഴക്കേ വാതിൽ അവർ കെട്ടി അടച്ച് ആ വാതിൽ കൊട്ടി അടച്ചു കളഞ്ഞു. ഒരു സ്വത്രം പറയാൻ പറ്റുമോ? പക്ഷേ ഒരൊറ്റ ദൂത ദൈവജനം കേൾക്കണം. സുൽത്താൻ വാതിൽ 20 ടൺ വെയിറ്റുള്ള കല്ലുകൊണ്ട് കെട്ടി അടച്ചു കളഞ്ഞു. പക്ഷെ സുൽത്താൻ അറിയാത്തൊരു കാര്യം വേദപുസ്തകത്തിലുണ്ട്. ആ വാതിൽ എന്ന് പ്രവചനമുണ്ടായോ, ആ പ്രവചനം കേട്ടന്നു മുതൽ ദൈവത്തിന്റെ ദൂതന്മാരെ അവിടെ കാവൽ കൽപ്പിച്ചു. സ്വത്രം 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 സ്വത്രം. ഒരു പ്രവചനം ദൈവം പറഞ്ഞാൽ ആ പ്രവചനത്തിനെതിരെ ഏത് ശത്രു അരകട്ടി ഇറങ്ങിയാൽ അറിയിച്ചത് ദൈവമാണെങ്കിൽ, അത് സ്ഥാപിക്കേണ്ടവൻ ദൈവമാണെങ്കിൽ, അത് സ്ഥാപിക്കേണ്ട സമയത്ത് അത് ദൈവം ചെയ്യെടുക്കേണ്ടതിന് അതിന് വിരോധമായി അത് അടച്ചു കളയാൻ പിശാച് എഴുന്നേറ്റാൽ അത് ദൈവം അനുവദിക്കാതെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ ദൈവദൂതന്മാരെ ദൈവം കൽപ്പിച്ചാക്കും. ദൈവമക്കളെ, ഒരു കൊച്ചു മനുഷ്യൻ പോലും അറിഞ്ഞില്ല
ഒരു വ്യക്തി പോലും അത് തിരിച്ചറിഞ്ഞില്ല. യെരൂശലേമിന്റെ വാതിൽ, കിഴക്കേ വാതിൽ അടച്ചപ്പോൾ പിശാച് കൈകൊട്ടിയിട്ട് പറഞ്ഞു, മശിക വരുന്നതെന്ന് കാണട്ടെ, ആ പ്രവചനം നടക്കുന്നെന്ന് കാണട്ടെ, ആ പ്രോഫസി സംഭവിക്കുന്നെന്ന് കാണട്ടെ. പക്ഷെ ആരുടക്കിയ ദൂത പറയുന്നു, പറഞ്ഞത് ദൈവമാണെങ്കിൽ നിവർത്തിക്കുന്നവൻ ദൈവമാണ്. അരുളപ്പാട് തന്നത് ദൈവമാണെങ്കിൽ അത് നിവർത്തിക്കുന്നത് അതേ ദൈവ തമ്പുരാൻ തന്നെ. വിശ്വസിക്കുന്ന ദൈവജനം അനങ്ങാതിരിക്കരുത്. ഇന്ന് രാത്രി വേളയിൽ ഇരിക്കുന്നിടത്തിരുന്ന് കരമടിച്ച് ആരാധിച്ചിട്ട് പറ, എന്റെ ദൈവമാണ് അത് പറഞ്ഞതെങ്കിൽ അതിന്റെ സമയത്ത് അതിനൊരു പൂർത്തീകരണം വരുത്തും. ജീസസ്, ആമേൻ. ഞാനാ വെളിപ്പാട് കണ്ടോണെന്ന് പറയാൻ കേട്ടോ. ആ കിഴക്കേ വാതിലിൽ മാലാഖമാരെ ദൈവം നിർത്തി. എന്നിട്ട് ദൈവം ഒരു അരുളപ്പാട് കൊടുത്തു. ഇത് പൊളിക്കാനോ ഇത് തകർക്കാനോ നിങ്ങൾ സമ്മതിക്കരുത്. സമയം വരെ ഇതിനെ പരിപാലിച്ചേക്കണം. ദൂത മനസ്സിലായോ? ദൈവം പറഞ്ഞ വഴി ശത്രു അടക്കാതിരിപ്പാൻ പറഞ്ഞതുപോലെ തുറന്നു തരാൻ ദൈവത്തിന്റെ മാലാഖമാരെ നിന്റെ വാഗ്ദത്തത്തിന്റെ മേൽ കൽപ്പിച്ചു വെക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവജനം തിരിച്ചറിയട്ടെ. ആമേൻ. ഞാൻ ആ ദൂത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും. യുഗാതി യുഗങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇതാ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ടു. കർത്താവ് 1000 ആണ്ട് വാഴ്ചയ്ക്ക് വരുമ്പോൾ മുൻപിൽ മാലാഖമാർ നിൽക്കുന്നു, പുറകിൽ ദൈവസഭ. യെരൂശലേമിന്റെ വാതിലോട്ട് വരുമ്പോൾ യെരൂശലേം വാതിൽ അടഞ്ഞു കിടക്കുന്നു. ഉടനെ ആമേൻ പുത്രന്റെ സഭയുടെ മുമ്പിൽ നിൽക്കുന്ന മാലാഖ വിളിച്ചു പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തല ഉയർത്തുവീൻ. എന്നിട്ട് ഒരു വാക്ക് കൂടി, പണ്ടേ ഉള്ള കഥകെ. മനസ്സിലായോ? പണ്ടുണ്ടായത്, പ്രവചനം പറഞ്ഞപ്പോ ഉണ്ടായത്, ദൂത് പറഞ്ഞപ്പോ ഉണ്ടായത്, ആമേൻ, അന്ന് അരുളപ്പാട് പറഞ്ഞപ്പോൾ ഉണ്ടായത്. പണ്ട് നിന്നോട് പറഞ്ഞതുപോലെ പറഞ്ഞ സമയത്ത് എന്റെ ദൈവം ചെയ്യോ, അത് അടച്ചു കളയാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. Oh, thank you, Jesus. Resini bini halkana Uda rabana sandherege halka rabanthala ആരുടക്കിയോ ഇന്ന് രാത്രി ആത്മാവിടപെടുന്നു. നിന്നോട് പറഞ്ഞത് കാലപ്പഴക്കം വന്നാലോ, നിന്നോട് അരുളി ചെയ്തത് ആമേൻ നൂറ്റാണ്ട് കഴിഞ്ഞാലോ, ദൈവം നിന്നോട് അരുളി ചെയ്തത് വർഷങ്ങൾ കഴിഞ്ഞാലോ അതിന് മാറ്റം വരില്ല, അത് മാറിപ്പോവില്ല. Thank you, Jesus. ദൈവം പറഞ്ഞത് ചെയ്യും. ഒരാമേൻ പറ. ഞാൻ ഇവിടെ ഈ ദൂത പറയുമ്പോൾ എൻ്റെ അകത്ത് വരുന്ന മറ്റൊരു ദൂതാണ് കേട്ടോ. എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഈ യെശയ്യാ 45:1 വായിക്കണ്ട, അവിടെ ഇങ്ങനെ വാക്യമുണ്ട്, കോരസ് എൻ്റെ ഇടയൻ. കോരസ് എങ്ങനെയാ ദൈവത്തിൻ്റെ ഇടയനാകുന്നത്? സൈറസ് അന്യജാതിക്കാരനാ, യഹൂദനല്ല, യഹൂദ പശ്ചാത്തലമില്ല, യഹൂദന്മാരുടെ ന്യായപ്രമാണമില്ല, ന്യായപ്രമാണത്തിന്റെ വക്താവുമല്ല. എന്നിട്ടും യെശയ്യാവ് അവനെ ഇടയനായിട്ട് കണ്ടു. എന്ന കാര്യമെന്നറിയോ? യെരൂശലേം ദൈവാലയം പണിയാൻ സെരുബാബേലിന്റെ കാലത്ത് നേതൃത്വം കൊടുക്കാൻ അവൻ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് അല്ല, 750 അവൻ 1000 വർഷത്തിനകത്ത് ദൈവം കണ്ട ഒരു ഇടയ ചെറുക്കനാണ് ജാതീയ രാജാവായ കോരസ്. മനസ്സിലായില്ലല്ലേ? ദൈവം കണ്ടവനെ വലിച്ചെറിഞ്ഞാലും അവിടെ കിടന്നു മുളക്കും. ഒരു സ്വത്രം പറഞ്ഞേ, എനിക്കറിയില്ല, അങ്ങനെ പറയാൻ എന്നോട് ദൈവം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാന് ഒരു കാര്യം ഇങ്ങനെ പറയാ, ആമേൻ. ഈ ഈന്തപ്പന ഗൾഫിലൊക്കെ പോകുമ്പോൾ ഈന്തപ്പന നിൽക്കുന്ന കണ്ടിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോ, ഒരു ഗാർഡൻ നേഴ്സറി ചെന്നപ്പോ ഈന്തപ്പനയുടെ തൈ കണ്ടു. അവൻ 200 രൂപ കൊടുത്ത് മേടിച്ചോണ്ട് വന്ന് വീട്ടിൽ വെച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോൾ വാടിപ്പോയി.
എനിക്കൊരു വാശി, എന്നാലും നടണം. പിന്നെയും മേടിച്ചു, 250 കൊടുത്ത്, അതും വാടി. 3 തവണ വെച്ചു, അതെല്ലാം ഉപ്പുവെള്ളം കയറിയപ്പോ അതങ്ങ് പോയി. പണ്ടങ്ങ് ആരാണ്ട് വന്നപ്പോ കുറച്ച് ഈന്തപ്പഴം വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. അതിൽ നിന്ന് 1-2 കഴിച്ചിട്ട് ജനൽ കമ്പിയുടെ അകത്തുകൂടി കുരുവെടുത്ത് പുറത്തോട്ട് എറിഞ്ഞു കളഞ്ഞു. 2 മഴ പെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ചെന്ന് നോക്കിയപ്പോ ഒരു കിളിർപ്പ്. നോക്കിയപ്പോ എന്നാന്നറിയാവൂ, മുളക് തൈയല്ല, തിന്നിട്ടും എറിഞ്ഞു കളഞ്ഞ അത് അവിടെ മുളച്ചു വന്നിരിക്കുന്നു. അന്നെനിക്ക് മനസ്സിലായി, നട്ടിട്ട് വളരാത്തതും ദൈവം കൽപ്പിച്ച് ആഗ്രഹിച്ചത് എറിഞ്ഞു കളഞ്ഞ വളരും. നിന്നെ ദൈവം വളർത്തണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശമാണെങ്കിൽ, നിന്നുള്ളത് ദൈവത്തിന്റെ ഉയർത്തണമെന്നുള്ളത് ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഉദ്ദേശമാണെങ്കിൽ, എന്നെ കേൾക്കുന്ന ദൈവമതിലെ, നിന്നെ എറിഞ്ഞു കളഞ്ഞാല്, നിന്നെ റിജക്ട് ചെയ്താല്, നിന്നെ തൂക്കി എടുത്തെറിഞ്ഞാല്, എറിഞ്ഞു വീഴുന്നിടത്ത് ഫലം കായ്ക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കര ഇന്ന് രാത്രി ചലിക്കുമെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുന്നു. കോരസിന്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം. കോരസ് എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ അവിടുത്തെ രാജാവിന്റെ സഹോദരിയുടെ മകനായി ജനിക്കുന്നു. അവൻ ജനിക്കുമ്പോൾ ഒരു പ്രോഫസി ഉണ്ടാകുന്നു, ഈ മകൻ രാജാവിനെ കൊല്ലും. എന്നാലൊന്ന് കാണണമെന്ന് കരുതി അവന്റെ ജനനത്തിങ്കൽ തന്നെ അവനെ കൊന്നുകളയാൻ അവൻ ഭൃത്യനെ ഏൽപ്പിക്കുന്നു. ഭൃത്യൻ ഈ കൊച്ചിന്റെ സൗന്ദര്യം കണ്ട് കൊല്ലാതെ അവനെ കൊണ്ടുപോയി വനാന്തരത്തിൽ അവൻ കൊണ്ടുപോയി ഇടുന്നു. അവിടുന്ന് ചെന്നായ്ക്കൾ കടിച്ച് ആമേൻ കൂട്ടിൽ കൊണ്ടുപോയി ചെന്നായ പാല് കൊടുത്തു വളർത്തി. കോരസിനെ ഒരു സ്വതന്ത്രം പറ, ഹല്ലേലൂയ. ചെന്നായ കടിച്ചു കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയി വളർത്തി. അങ്ങനെ ചെന്നായി വളർത്തിയ കോരസിനെ ഒരു ഇടയ ചെറുക്കന് കിട്ടി. ആ ഇടയ ചെറുക്കൻ അവന്റെ ഇടയ ചെറുക്കനായിട്ട് വളർത്തി. തമ്പുരാൻ ജനിക്കുന്നതിന് മുമ്പ് കൊട്ടാരത്തിൽ ജനിച്ചവനെ തമ്പുരാൻ ഒരു പേരിട്ടു, ഇടയ ചെറുക്കൻ. വന്നെത്തിയത് എവിടെയാണെന്നറിയാമോ? ചെന്നായ വളർത്തി, ചെന്നായ പാല് കൊടുത്തു, ഇടയ ചെറുക്കന് കിട്ടി. ഇടയൻ വളർത്തി, പേര് കിട്ടിയത് ഇടയ ചെറുക്കൻ. ദൈവം പറഞ്ഞാൽ മാറുകയില്ല, ദൈവം വരച്ചാൽ മാറുകയില്ല. വിശ്വസിക്കുന്ന ദൈവജന കരമടിച്ചാരാധിച്ചിട്ട് ഇന്ന് രാത്രി വിശ്വാസത്തെ ഡിക്ലെയർ ചെയ്ത്, എന്റെ ദൈവം പറഞ്ഞത് മാറുന്ന ദൈവമല്ല. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ആ കോരസിനെയാണ് ദൈവമാലയം പണിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചത്. ഞാൻ മടങ്ങി വരട്ടെ. ആമേൻ. അതുപോലെ ദൈവം അറിയിച്ചു, വാതിൽ തുറക്കും. ഈ ദൂതൻ പറയുന്നു, വാതിൽ തുറക്ക്. ഉടനെ വാതിൽക്കൽ നിൽക്കുന്ന ദൂതൻ ചോദിക്കുകയാണ്, ആരാണ് ഈ വരുന്നത്? അവൻ പറയുന്നു, യുദ്ധവീരനായ യഹോവ തന്നെ. വേണ്ട ദൈവാസനെ, വേണ്ട 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 എടുക്കണ്ട, വെള്ളം വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, ആമേൻ. ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇവൻ ആരാണ്? അവിടെ പറയുന്നു, യുദ്ധവീരനായ യഹോവ തന്നെ. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 22-ാം അധ്യായത്തിൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഇടയൻ. 23-ാം അധ്യായത്തിൽ ആടുകളെ ദിനംതോറും നടത്തുന്ന ഇടയൻ. 24-ാം അധ്യായത്തിൽ ആടുകളെ ചേർക്കാൻ വേഗത്തിൽ വരുന്ന ശ്രേഷ്ഠ ഇടയൻ. കരമുയർച്ച ദൈവത്തിന് സ്തോത്രം ചെയ്ത്. ഇനി 22-ാം അധ്യായത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ 7 മൊഴികളിൽ ഒരു മൊഴിയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ യേശുക്രിസ്തുവിന്റെ 5 അവകാശവാദങ്ങളും ക്രൂശിലെ 7 മൊഴിയുമാണ്. ആമേൻ. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കും. ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. ഈ 3 മൊഴി കഴിഞ്ഞാൽ 4-ാമത്തെ മൊഴി ഏതാണെന്നറിയാമോ? 22-ാം സങ്കീർത്തനമാണ്.
അത് ഇങ്ങനെയാണ്: ഏലി ഏലി ലമ്മ സബഥാനി. ക്രൂസിലെ 4-ാമത്തെ മൊഴി. ഈ 4-ാമത്തെ മൊഴിക്ക് ഒരാഴമായ പ്രത്യേകതയുണ്ട്. എന്താണ് 4-ാമത്തെ മൊഴിയുടെ പ്രത്യേകത? ക്രൂസിൽ ഇരുട്ടുണ്ടായപ്പോൾ ഇരുട്ടിൽ വെച്ച് യേശു പറഞ്ഞ മൊഴി 4-ാമത്തെ മൊഴിയാണ്. ഇത്ര മണി മുതൽ 6-ാം മണി മുതൽ 9-ാം മണി വരെ ദേശത്തെങ്ങും ഇരുട്ടുണ്ടായി. ആ ഇരുട്ടുണ്ടാകുന്നതിന് മുൻപ് ആദ്യത്തെ 3 മൊഴി. ക്രൂസിൽ ഇരുട്ടുണ്ടായപ്പോൾ 1 മൊഴി, വീണ്ടും വെളിച്ചം വന്നപ്പോൾ അവസാനത്തെ 3 മൊഴി. ഇതാണ് ക്രൂസിലെ 7 മൊഴി. ഒന്നുകൂടി ഞാൻ പറയാം: വെളിച്ചത്ത് വെച്ച് 6 മൊഴി, ഇരുട്ടിൽ വെച്ച് 1 മൊഴി. ഒന്നുകൂടി പറയാം: ആദ്യം വെളിച്ചം ഉണ്ടായപ്പോൾ ആദ്യത്തെ 3 മൊഴി, ക്രൂസിൽ ഇരുട്ടുണ്ടായപ്പോൾ 4-ാമത്തെ മൊഴി, വീണ്ടും വെളിച്ചം വന്നപ്പോൾ ഒടുവിലത്തെ 4 മൊഴി. ഇതാണ് 7-ാമത്തെ മൊഴി. എന്നെ അതിശയിപ്പിച്ചതും എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ച 4-ാമത്തെ മൊഴി നിങ്ങൾക്കായി പറയട്ടെ. എന്താണ് 4-ാമത്തെ മൊഴിയിൽ യേശു പറഞ്ഞത്? എൻ്റെ ദൈവമേ, അങ്ങ് കൈവിട്ട് കളഞ്ഞോ? ഇത് യേശുവിൻ്റെ നിലവിളിയല്ല, ഇത് നിങ്ങളുടെ നിലവിളിയാണ്, ഇത് എൻ്റെ നിലവിളിയാണ്, മാനവകുലത്തിന്റെ നിലവിളിയാണ്. ഇരുട്ടിൽ ഒരു മനുഷ്യൻ ചെന്നുപെട്ടാൽ, അവൻ ഇരുട്ട് അവന്റെ തലക്ക് ചുറ്റും വ്യാപരിച്ചാൽ, അവനെ രക്ഷിക്കാൻ ആരുമില്ലെന്നുള്ള തോന്നൽ അവൻ ഉണ്ടായാൽ, അവൻ അറിയാതെ വിളിച്ചു പറയോ: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങ് കൈവിട്ട് കളഞ്ഞു. അർദ്ധരാത്രിയിലെ സ്നേഹിതനെ കുറിച്ചാണ് ഈ ഞായറാഴ്ച ചർച്ച ഞാൻ പ്രസംഗിച്ചത്. അർദ്ധരാത്രിയിലെ സ്നേഹിതൻ. വേദപുസ്തകത്തിൽ അർദ്ധരാത്രിയിലെ സ്നേഹിതൻ എന്ന് പറയുന്ന ഒരു സ്നേഹിതനുണ്ട്. നീട്ടിച്ചെന്ന് ലൂക്കോസ് 11 വായിച്ചാൽ മതി. ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതന്റെ വീട്ടിൽ അർദ്ധരാത്രി വരുന്നു. അവന് കൊടുപ്പാൻ ഒന്നുമില്ല. പ്രതീക്ഷിക്കാതെ കണക്കൂട്ടലുകൾ തെറ്റി ഒരു പ്രശ്നം അർദ്ധരാത്രി കയറി വരുന്നു. കിടന്നുറങ്ങിയപ്പോൾ, കിടക്കാൻ പോയപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം എൻ്റെ കുടുംബത്തിന്റെ നേരെ വരുമെന്ന് ഇവൻ സ്വപ്നത്തിൽ ചിന്തിച്ചതല്ല. അവൻ കിടന്ന് അർദ്ധരാത്രി ആയപ്പോൾ തൻ്റെ വാതിക്കൽ കൊട്ടി ഒരു പ്രശ്നം കയറി വരുന്നു. ആ പ്രശ്നം പരിഹരിപ്പാൻ വീടിനകത്ത് മുഴുവൻ ചുറ്റും നോക്കി, അത് തീർക്കാൻ ഒക്കുന്നില്ല. ഭാര്യയുടെ മുഖത്ത് നോക്കി തീർക്കാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി തീർക്കാൻ കഴിയുന്നില്ല. അവസാനം ആ അർദ്ധരാത്രി കയറി വന്ന പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുമ്പോൾ തന്റെ അകത്ത് കൊല്ലിയ മിന്നുന്ന പോലെ ഒരു ചിന്ത വന്നു. ആ ചിന്ത ഇതാണ്: ജീവിതത്തിന്റെ നാൾ വഴിയിൽ ഞാൻ കൂട്ടുപിടിച്ച ഒരു സ്നേഹിതൻ എനിക്കടുത്തുണ്ട്, അവന്റെ വാതിക്കൽ ഞാൻ മുട്ടാൻ പോകുകയാണ്. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായെന്നറിയില്ല. എന്നെ കേൾക്കുന്ന ആരോടോ ഇന്ന് രാത്രി ആത്മ പറയുന്നു: നീ പ്രതീക്ഷിക്കാത്ത സമയത്ത്, നിന്റെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിയിരിക്കുന്ന സമയത്ത്, നീ ചിന്തിക്കാത്ത സമയത്ത്, അർദ്ധരാത്രിയിൽ നിനക്ക് പരിഹരിക്കാൻ കഴിയാത്തതുപോലെ ഒരു വിഷയം നിന്റെ കുടുംബത്ത് വന്നാൽ അധൈര്യപ്പെട്ടു പോകരുത്, ക്ഷീണിച്ച് പോകരുത്. നാളുകൾക്ക് മുമ്പ് ഒരു സ്നേഹിതനെ നീ കൂട്ടുപിടിച്ചില്ലേ? അവന്റെ വാതിക്കൽ മുട്ടുക, അവന്റെ അടുക്ക ചെല്ലുക, അവന്റെ അടുത്ത് ചെല്ലുക, എന്നിട്ട് പറയുക: എന്റെ കൂട്ടുകാരാ, എന്റെ സ്നേഹിത, ഈ രാത്രിയിലെ വിഷയം എനിക്ക് നീ പരിഹരിച്ചു തരണമേ. ആമേ, ആമേ. എനിക്കറിയില്ല കേട്ടോ, കഴിഞ്ഞ സൺഡേ എൻ്റെ ചർച്ചിൽ പ്രസംഗിച്ചതാ. ഇതറിയാതെ കയറി വരുന്നു. എനിക്കറിയില്ല. ആരോ ഇന്ന് രാത്രിയുണ്ട്. നിങ്ങൾ എത്ര ശക്തനാണെങ്കിലും, നിങ്ങൾ CA പഠിച്ച ഓഡിറ്റർ ആണെങ്കിലും, CA കാരനാണെങ്കിലും, നിങ്ങൾ എത്ര കണക്ക് കരിക്കാനും കൂട്ടാനും കുറക്കാനും അറിയുന്നവനാണെങ്കിലും, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണക്കൂട്ടലുകൾ ജീവിതത്തിൽ തെറ്റിയെന്ന് വരാ. എന്നാൽ എത്ര കണക്കൂട്ടുകൾ തെറ്റിയാല നിനക്കൊരു സ്നേഹിതനുണ്ട്. അവനെ പിടിക്ക്, അവന്റെ തോളത്ത് ഇന്ന് രാത്രി കൈവെക്ക.
നിനക്ക്. ആരാണ് സ്നേഹിതൻ? അവന്റെ പേരത്രേ യേശു. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ ഇടയ്ക്ക് പാടും, എന്തു നല്ല സഖി യേശു, അല്ലേ? ഇത്രയും നല്ലൊരു സഖി. ആമേൻ. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഈ വിഷയത്തിലൂടെ കടന്നുപോയി. ആമേൻ. ഇങ്ങനൊരു ഭാരത്തിലൂടെ കടന്നുപോയി. അർദ്ധരാത്രി പോലെ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ കയറി വന്നു. എവിടെ മുട്ടും, ആരെടുത്ത് പോകും? ആമേൻ. ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും എൻ്റെ മൊബൈൽ ഫോൺ എടുത്തപ്പോൾ വിളിക്കേണ്ടവരുടെ നമ്പർ പോലും കിട്ടുന്നില്ല. വിളിക്കേണ്ടവരുടെ പേര് പോലും മെമ്മറിക്കകത്തൊന്നും മാഞ്ഞുപോയി. ഞാൻ മുട്ടുകുത്തി എൻ്റെ ദൈവമേ എന്ന് നിലവിളിച്ചപ്പോഴാണ് 11-ാം അധ്യായത്തിലെ ദൂത് ഇടിവെട്ടുന്ന പോലെ, നിനക്കൊരു സ്നേഹിതൻ അടുത്തുണ്ടല്ലോ, ഇന്ന് രാത്രി മുട്ട്, അവൻ നിനക്ക് വേണ്ടുന്നത് തരും, വേണ്ടുന്നത് തരും. വിശ്വസിക്കുന്ന ദൈവജന കരം തട്ടി ഇന്ന് രാത്രി ഒന്ന് ദൈവത്തെ സ്തുതിച്ച് നിന്റെ സങ്കടം ഇറക്കി വെക്കാൻ, നിങ്ങളുടെ സങ്കടങ്ങൾ തുറന്നു പറയാ, നിന്റെ ഭാരങ്ങൾ തുറന്നു പറയാ. നീ എന്ത് പറഞ്ഞാലോ മറ്റൊരുത്തനോട് പറയാതെ വിഷയത്തിൽ പരിഹാരം തരാൻ കഴിയുന്നൊരു സ്നേഹിതൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? ഞാന് പ്രൈസല്ലോ ഒത്തിരി സ്നേഹിതന്മാരൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഒരിക്കൽ ഞാൻ വളരെ ഭാരപ്പെട്ടൊരു വിഷയം എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനോട് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരുത്തൻ എൻ്റെ തോളെ കൈയിട്ടിട്ട് ചോദിച്ചു, പാസ്റ്ററിൻ്റെ മറ്റേ വിഷയം പരിഹരിക്കപ്പെട്ടോ? ഞാൻ ഏത് വിഷയം? കഴിഞ്ഞ 10 ദിവസം മുമ്പ് ഞാൻ എന്നോട് ആര് പറഞ്ഞു? എന്നോട് ഇന്ന ആള് പറഞ്ഞു. അന്ന് ഞാൻ നിർത്തി. എനിക്കന്ന് ഒരു വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ 10 പേരോട് പറഞ്ഞു. 10 പേര് ആ വിഷയം അറിഞ്ഞു. ആമേൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ചർച്ചയോട് എല്ലാവരും അറിഞ്ഞു. എൻ്റെ വിഷയം പാട്ടായി. എന്നാൽ ഞാനൊരു സ്നേഹിതനെ കണ്ടുപിടിച്ചു. എൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ പറയാൻ കഴിവുള്ളൊരു സ്നേഹിതൻ. എൻ്റെ രഹസ്യം പറഞ്ഞാലും മറ്റാരോടും പറയാത്തൊരു സ്നേഹിതൻ. എൻ്റെ രഹസ്യവും എൻ്റെ പരസ്യവും, ആമേൻ, എൻ്റെ ദുഃഖവും എൻ്റെ കണ്ണുനീരും എൻ്റെ വേദനയും തുറന്നു പറയാൻ കഴിയുന്ന, മറ്റൊരുത്തനോട് പറയാതെ അന്ന് രാത്രി തന്നെ അത് പരിഹരിക്കാൻ കഴിയുന്ന ഒരു നല്ല സ്നേഹിതനെ എനിക്കറിയാം. അവന്റെ പേരെല്ലാവരും കരമുയർത്തി ഒന്നുറക്കെ പറഞ്ഞ്, അവന്റെ പേരത്ര യേശു. ആമേൻ. എന്നെ ഭാഗത്തേക്ക് വന്ന് അവസാനിപ്പിക്കണം കൃത്യസമയത്ത്. ആയതുകൊണ്ട് പറയാം, യേശു കർത്താവിൻ്റെ 4-ാമത്തെ മൊഴിയാണ് 22-ാം സങ്കീർത്തനം. ദൈവമക്കളെ, ഞാൻ ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞ ഒരു ഭാഗം ഞാൻ നിങ്ങളോട് പറയാം. ശ്രദ്ധിക്കണം കേട്ടോ. ഗദസമന തോട്ടം മുതൽ യേശുപ്പനെ അവർ അടിക്കുക. താടി രോമം അവർ പിഴുതെടുക്കുക. ഒരു പടയാളി വന്ന് ഒരു റൂമാല് കൊണ്ട് അവന്റെ കണ്ണങ്ങ് കെട്ടി, എന്നിട്ട് മുഷ്ടി ചുരുട്ടി മുഖത്താഞ്ഞിടിച്ചു. ഇടിച്ചിട്ട് പറയുന്നു, ഹേ പ്രവാചക, പ്രവചിക്ക്, നിന്നാരാ തല്ലിയത്? ഒരക്ഷരം മിണ്ടുന്നില്ല. കൽത്തളത്തിൽ കൊണ്ടുപോയി ഇട്ടടിച്ചു. ചമ്മട്ടിക്കകത്ത് ഒരു ചമ്മട്ടിയിൽ അവർ 2 കൊളുത്തുകൾ വെച്ച്, 5 ഈയക്കട്ടിയിൽ ഈ 2 കൊളുത്തുകൾ വെച്ച് 10 കൊളുത്തുകൾ വിഷവെള്ളത്തിൽ മുക്കി അവൻ കുനിച്ചു നിർത്തി. അവൻ അടിച്ച് പുറന്തോലം മുഴുവൻ പറിച്ച് കീറുമ്പോഴും എൻ്റെ യേശു ആവശ്യപ്പെട്ടില്ല എനിക്ക് വെള്ളം വേണമെന്ന്. ഒരിറ്റു വെള്ളം യേശു ചോദിച്ചുമില്ല, യേശുവിന് കൊടുത്തുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ ഇരുട്ടുണ്ടായില്ലേ, ആ ഇരുട്ടിൽ നിന്നും യേശു വെളി വന്നില്ലേ? ഇരുട്ടിൽ നിന്നും വെളി വന്ന യേശു 5-ാമത്തെ മൊഴി പറഞ്ഞു. ഓർമ്മയുണ്ടോ? എനിക്ക് ദാഹിക്കുന്നു. അത് വായിച്ചപ്പോൾ
ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടി. ഗെത്സമനയിൽ ചോദിച്ചില്ല, ഗബതയിൽ ചോദിച്ചില്ല, ഗൊൽഗോത്തയിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിൽ വന്നപ്പോൾ അരുമനാഥൻ പറയുന്നു, എനിക്ക് ദാഹിക്കുന്നു. എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് കിളക്കാൻ തൂമ്പയും കൊണ്ടുവന്ന മനുഷ്യൻ രാവിലെ മുതൽ കിളക്കുന്നു. സൂര്യൻ നെറുകയിൽ നട്ടുച്ചയ്ക്ക് കിഴുക്കാൻ തൂക്കം നെറുകയിൽ അടിച്ചു. ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് വാർന്നൊലിച്ച് വിയർപ്പ് തുള്ളി നിലത്ത് വീണപ്പോ ശരീരം വിറക്കാൻ തുടങ്ങി, ശരീരം ശിവറിയാൻ തുടങ്ങിയപ്പോ അറിയാതെ പറഞ്ഞു, കൊച്ചമ്മേ ഒരിച്ചിരി വെള്ളം തരുവോ? അപ്പൊ കൊച്ചമ്മക്ക് മനസ്സിലായി പിമ്പുറത്ത് പണിയുന്ന ചേട്ടൻ ക്ഷീണിതനായി. അവൻ ദൂത മനസ്സിലായോ? അന്ന് വരെ ചോദിക്കാത്ത കർത്താവ് വെളിച്ചം വന്നപ്പോ ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ ഗെത്സമനയിൽ അനുഭവിക്കാത്തത്, ഗബതയിൽ അനുഭവിക്കാത്തത് യേശു ഗൊൽഗോത്തയിൽ ഇരുട്ടിൽ അനുഭവിച്ചു. എന്താണ് അനുഭവിച്ചെന്നറിയണ്ടേ? ആ ഇരുട്ടിൽ വെച്ചാണ് ലോകത്തിന്റെ അധിപതിയായ പിശാചിനെ യേശു കാൽ കീഴെ ചതച്ചു കളഞ്ഞത്. ഇരുട്ടിലാണ് അവന്റെ ന്യായവിധി നടത്തിയത്. ആ ഇരുട്ടിൽ വെച്ചാണ് യേശു ഇരുട്ടിന്റെ ശക്തിയെ അവൻ പുറത്താക്കി കളഞ്ഞത്. ഇന്ന് രാത്രി കരമടിച്ചൊന്ന് ആരാധിച്ചിട്ട് പറ, ഇരുട്ടിന്റെ വ്യാപാരത്തെ, ഇരുട്ടിന്റെ ശക്തിയെ, ഇരുട്ടിൽ ന്യായവിധി നടത്തിയ ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. ഭയപ്പെടേണ്ട കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആത്മാവിനൊരു ദൂത പറയാ. ഇരുട്ടിൽ ന്യായവിധി നടത്തിയ കർത്താവിന്റെ വെളിപ്പാട് ദാവീദ് ആത്മാവിൽ 23 സങ്കീർത്തനത്തെ കണ്ടിട്ട് പറഞ്ഞു, കൂരിൽ താഴ്വര കൂടി ഞാൻ നടന്നാല് ഞാനൊരു അനർത്ഥമോ ഭയപ്പെടുകയില്ല. കാരണം ഇരുട്ടിനെ ജയിച്ച ഒരു കർത്താവ് എന്റെ കൂടെ ഇന്ന് രാത്രിയുണ്ട്. അവൻ സിമിത്തേരിക്കകത്ത് കൊണ്ടുപോയി കിടത്തിയാലും നമ്മുടെ ഹൃദയം ചലിക്കത്തില്ല. അവൻ സ്തോത്ര വെട്ടിമുറിച്ചിട്ട് ശവപ്പറമ്പിൽ കൊണ്ടുപോയി ദൈവജനത്തെ പാർപ്പിച്ചാല് ദൈവജനം ഭയപ്പെടില്ല. കാരണം എന്നാന്നറിയാമോ? അവർക്കറിയാം നമ്മുടെ കൂടെയുള്ള നാഥൻ വെളിച്ചമാണ്. അവൻ ഇരുട്ടിനെ ജയിച്ചവനാണ്. ഇരുട്ടിന്റെ ശക്തിയെ ആയുധവർഗ പോരാ കരമടിച്ച് നിങ്ങളെ ഇരിക്കുന്ന ഇടത്ത് അവൻ മറന്ന് ആ കരമൊന്നടിച്ച് ഇന്ന് രാത്രി ആ കർത്താവിനൊന്ന് ആരാധിച്ചുകൊണ്ട് പറ, ഇരുട്ടിനെ ജയിച്ച കർത്താവ് ഇന്ന് രാത്രി എന്റെ കൂടെയുണ്ട്. ജീസസ്, പ്രൈസ് ദി ലോർഡ്. യേശു ഏറ്റവും വലിയ യുദ്ധം ചെയ്തത്, ഒന്നുകൂടി തിരുവചന പ്രവചന അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പ്രവചനം ഉൽപ്പത്തി 3:15, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല. അത് സംഭവിച്ചത് ആ ഇരുട്ടിലാണ്. ഒന്നുകൂടി ദൈവജനത്തിന് അയവിറക്കാൻ പറയാം. ആ ഇരുട്ടിൽ സംഭവിച്ചത് എന്തെന്ന് ഉലകത്തിൽ ഒരു മനുഷ്യനും പിടുത്തം കിട്ടിയില്ല. ഇരുട്ടിൽ എന്താ സംഭവിച്ചേ, ഇരുട്ടിൽ എന്താ നടന്നേ ആർക്കും അറിയില്ല. പക്ഷെ ഒരാളെ ദൈവം ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് അടിച്ചങ്ങ് താഴെ ഇട്ടു. എന്നിട്ട് അപ്പോസ്തലത്വത്തിന് വിളിയും കൊടുത്ത് അവൻ അറബിയിലേക്ക് വിട്ടു. 3 വർഷം നല്ല ചൂടുള്ള മലയാരുണ്യത്തിൽ പോയി ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോ യേശുവിനെ നേരിൽ കണ്ടിട്ടില്ലെങ്കിലും താൻ ആ വെളിപ്പാട് കണ്ടു. താൻ 11:20 കൊരിന്ത്യർ എഴുതി, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും. എന്താ പ്രാപിച്ചത് പറയാം. ആ ക്രൂശിലെ ഇരുട്ടിൽ സംഭവിച്ചത് എന്തെന്ന് താൻ എഴുതി, പ്രാപിച്ചെഴുതി. എന്താ പൗലോസേ ഇരുട്ടിൽ സംഭവിച്ചത്? പൗലോസ് പ്രാർത്ഥന നിരതനായിരിക്കുമ്പോ ആ ക്രൂശ് വെളിപ്പെട്ടു, ആ ക്രൂശീകരണം വെളിപ്പെട്ടു. ആ ക്രൂശ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
പൗലോസിന്റെ ചെവിയിൽ ഒരു ശബ്ദം. ആ ശബ്ദം ഇതാ: ഹേ മരണമേ, നിന്റെ ജയം എവിടെ? പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ. ഈ ശബ്ദം കേട്ടത് പൗലോസ് ചെവിയിലാണ്. ഇതെപ്പോഴാ മുഴങ്ങിയത്? ആ ഇരുട്ടിലാ മുഴങ്ങിയത്. ആ ഇരുട്ടിലാണ് മുഴങ്ങിയത്. ഇരുട്ടിന്റെ ശക്തിയെ ഇരുട്ടിൽ ന്യായവിധി നടത്തിയ ഒരു വെളിച്ചത്തിന്റെ നാഥനയാ ഇന്ന് രാത്രിവേളയിൽ ഞാൻ പ്രസംഗിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. എന്നാൽ ഓടിച്ചു പറയാം, ഇത് യേശുവിൻ്റെ നിലവിളിയല്ല, ഇത് യേശുവിൻ്റെ പ്രാർത്ഥനയാ. എന്നെ നീ കൈവിട്ടോ? ദൈവമക്കളെ, എബ്രായർ 13:5 വായിക്കണമെന്നില്ല, ഞാനങ്ങ് പറഞ്ഞു വിടാം. എബ്രായർ 13:5 അതിൻ്റെ 2ാമത്തെ സ്റ്റാൻസ്. ആദ്യത്തെ ദ്രവ്യാഗ്രഹം ഉണ്ടാകരുതെന്ന, അത് വേണ്ട. 2ാമത്തത്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കയില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കും, എന്നെ കൈവിട്ട് കളഞ്ഞോ കർത്താവ്? ഞാനും ചോദിച്ചതാ. പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വൈഫിൻ്റെ റിപ്പോർട്ട്, ബയോപ്സി റിപ്പോർട്ട് എൻ്റെ കയ്യിൽ ഡോക്ടർ തന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോ, ഒന്നെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ എന്ന് പറഞ്ഞപ്പോൾ ആ ബയോപ്സി റിപ്പോർട്ട് കൈവച്ചുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ചോദിച്ചു, കഴിഞ്ഞ 22 വർഷം പ്രസംഗിച്ചത് ഇത് കേൾക്കാനാണോ? 22ാമത്തെ വയസ്സിൽ പോയിട്ട് യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് അങ്ങേക്ക് തൃപ്തിയായില്ലേ? എന്നെ കൈവിട്ട് കളഞ്ഞില്ലേ? എന്റെ വീട്ടുകാരോട് എന്ത് പറയും? ഞാൻ ഈ പുസ്തകം എടുത്തപ്പോ എന്നെ നിന്ദിച്ചവരോട് എന്ത് പറയും? എന്റെ കൂട്ടുകാരോട് ഞാൻ എന്ത് പറയും? എന്നെ കൈവിട്ട് കളഞ്ഞില്ലേ? ഞാനും എൻ്റെ 2 മക്കളും മുറിക്കകത്ത് കയറി വാവിട്ട് കരഞ്ഞ് ഒന്നല്ല 1000 പ്രാവശ്യം ചോദിച്ചു, കൈവിട്ട് കളഞ്ഞല്ലോ. കേൾക്കണോ നിങ്ങൾക്ക്? ചോദിച്ച എൻ്റെ 2ാമത്തെ രാത്രി അതേ മുറിക്കകത്ത് ഇറങ്ങി വന്ന് എവിടെയാണോ സർജറി ചെയ്തത് അവിടെ തൊട്ട് പരിപൂർണ സൗഖ്യമാക്കി. അല്പമായിട്ടല്ല, അല്പമായിട്ടല്ല, അല്ലെങ്കിൽ തവണയായിട്ടല്ല. ആ ഒറ്റ രാത്രി ആ മുറിക്കകത്ത് ഇറങ്ങി വന്ന് പരിപൂർണ സൗഖ്യമാക്കി ജീവനോട് ഞങ്ങളുടെ കൂടെ നിർത്തി. ഈ ദൈവം നിന്നെ നോക്കി പറയുന്നു, ആര് കൈവിട്ടാലോ കൈവിടാത്തൊരു ദൈവം ഈ രാത്രി നിന്റെ കൂടെ ഉണ്ട്. ചോദിച്ചോ? മറുപടി വരുന്നുണ്ട്. അന്ന് ദൈവം സംസാരിച്ചൊരു പദമുണ്ട്, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അവൻ എത്ര പേര് ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയും, ദുഷ്ടന്റെ ആശ നശിച്ചു പോകും. അവൻ ദൈവഭക്തന്മാരുടെ ആഗ്രഹം ദൈവം സാധിപ്പിക്കും. അവൻ വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല. വിശ്വസിക്കുന്ന ദൈവജനം കരം ഉയർത്തി കരം വീശി ഒന്ന് ദൈവത്തിന് നന്ദി പറ. ഒരിക്കലും ലജ്ജിപ്പിക്കാത്തൊരു ദൈവം. നിങ്ങൾ ഈ മെസ്സേജ് തീരുന്നതിന് മുൻപ് ഒരു യാഥാർത്ഥ്യം അറിയണം. ദൈവത്തെ സേവിച്ചും മാനിച്ചും ആരാധിച്ചുമൊക്കെ പോകുമ്പോ എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും ഒക്കെ ഈ ദൈവം നമ്മെ കൈവിട്ടു എന്ന് തോന്നാം. ഈ പുസ്തകം നെഞ്ചിൽ വെച്ച് പറയാം, ഇല്ല, നിങ്ങളെ അവൻ കൈവിടില്ല. നിങ്ങളെ കൈവിടാൻ എന്റെ ദൈവത്തിന് കഴിയത്തില്ല. ഹല്ലേലൂയ. അത് യാഥാർത്ഥ്യമല്ല, വെറുമൊരു തോന്നലാണ് കൈവിട്ടു കളഞ്ഞെന്ന്.
തെളിയിച്ചു തരാം. വെള്ളിയാഴ്ച കൈവിട്ടോ എന്ന് ചോദിച്ചു. ബൈബിൾ പറയുന്നത് എന്താണെന്നറിയോ? പിതാവ് എന്ത് ചെയ്തു? മുഖം മറച്ചു. മുഖം മറച്ചു. വെള്ളിയാഴ്ച മുഖം മറച്ചു കളഞ്ഞു. ശനിയാഴ്ചയും അതേ മുഖം മറഞ്ഞിരുന്നു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വന്നപ്പോ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും മുഖം മറച്ചതിന്റെ മുതലും പലിശ അടക്കം ആമേൻ അടച്ചു വെച്ച കല്ലിന്റെ കല്ലുരുട്ടി മാറ്റി കൈവിട്ട് കളഞ്ഞോ എന്ന് ചോദിച്ച പുത്രനെ കൈ കൊടുത്ത് പിടിച്ച് കയറ്റി. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? അല്പമൊന്ന് വെയിറ്റ് ചെയ്യ്, അല്പമൊന്ന് വെയിറ്റ് ചെയ്യേ. കൈവിട്ട് കളഞ്ഞോ എന്ന് ചോദിച്ച നിന്നെ കൈപിടിച്ച് കയറ്റുന്ന ഒരു ദിവസം വരുന്നുണ്ട്. കൈപിടിച്ചുയർത്തുന്ന ഒരു ദിവസം വരുന്നുണ്ട്. കൈപിടിച്ച് കയറ്റി ഇവിടെ ഇരിക്ക, ഇവിടെ നിൽക്കുക എന്ന് പറയുന്ന ഒരു ദിവസം ദൈവം വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവജന ഇരിക്കുന്ന ഇരിപ്പിൽ ആ കരമൊന്ന് അടിച്ചുകൊണ്ട് ഒന്ന് കർത്താവിന് നന്ദി പറ. എന്നിട്ട് പറ, വെള്ളിയാഴ്ച കൈവിട്ടെന്നത് ഒന്ന്, ശനിയാഴ്ച കൈവിട്ടെന്നത് ഒന്ന്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അവ കൈവിടാത്തൊരു ദൈവം എന്റെ കൂടെയുണ്ട്. ജീസസ്, പ്രൈസ് അല്ലാഹ്, പ്രൈസ് അല്ലാഹ്. ദൈവമക്കളെ, ഇതൊരു പ്രാർത്ഥനയാ. എൻ്റെ വാക്കുകൾ ചുരുക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് വേണം അവസാനിപ്പിക്കാൻ. ഇതൊരു പ്രാർത്ഥനയാ. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ 3 കാര്യം അറിയണം. പ്രാർത്ഥിക്കുന്ന നിങ്ങൾ 3 സത്യം അറിയണം. 1, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് മറുപടിയാണ്. 2, പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് താമസിച്ചുള്ള മറുപടിയാണ്. 3, പ്രാർത്ഥിക്കുന്ന ചിലതിന് മറുപടിയേ ഇല്ല. ഇത് 3 നിങ്ങൾ പ്രതീക്ഷിച്ചേക്കണം. 1, പെട്ടെന്ന് മറുപടി. 2, താമസിച്ചുള്ള മറുപടി. 3, മറുപടിയേ ഇല്ല. ദാവീദ് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷെ മറുപടിയില്ല. ഉണ്ടോ? ഇല്ല. ഹാഗാർ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് പ്രാർത്ഥിച്ചു, സെക്കൻഡിൽ മറുപടി. മാർത്തയും മറിയയും സഹോദരന്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, താമസിച്ച മറുപടി. 4-ാം ദിവസം ഹാഗാറിന് പെട്ടെന്ന് ബെർശബയിൽ ഉണ്ടായ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മറുപടിയേ ഇല്ല. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ ഞാൻ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. നിങ്ങളെ അടുത്തിരിക്കുന്ന ആരുമാകട്ടെ, ഒന്ന് കൈകൊടുത്തൊന്ന് പറയാമോ? യേശുപ്പച്ചൻ ഒരിക്കലും കൈവിടത്തില്ല. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ കൊടുത്ത് ഉറപ്പോടെ പറ, യേശുവിന് ഒരിക്കലും നിങ്ങളെ കൈവിട്ട് കളയാൻ കഴിയത്തില്ല. മൂന്ന് മിനിറ്റ് കൂടിയുണ്ട്. ആ 3 മിനിറ്റിനകത്ത് ഒരു 7 കാര്യം നിങ്ങളോട് പറയാൻ പോകുക. ആ 3 മിനിറ്റിനകത്ത് ചിലപ്പോഴൊക്കെ കൈവിട്ടെന്ന് തോന്നാം,
കൈവിട്ടെന്ന് തോന്നിയാൽ എന്ത് ചെയ്യും? ഇതേ സങ്കീർത്തനത്തിനകത്ത് 1-ാം വാക്യം കൈവിട്ടോ എന്ന് ചോദിച്ച ഭക്തൻ അടുത്ത 7 കാര്യങ്ങൾ കൈവിട്ടാൽ ഞാൻ ചെയ്യുമെന്ന് താൻ ദൈവത്തോട് പ്രതിജ്ഞ ചെയ്തു. എന്താണ്? വായിക്കാം. ആമേൻ. എടുത്തു വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞു തരാം. 22-ാം സങ്കീർത്തനം 3-ാം വാക്യം. ആമേൻ. രാവിലെയും ഞാൻ നിലവിളിക്കുന്നു, നിനക്ക് നീ ഒന്നും മിണ്ടുന്നില്ല. ഉച്ചയ്ക്കും ഞാൻ നിലവിളിക്കുന്നു, എനിക്കൊട്ടും മൗനത ഇല്ല. അതിനർത്ഥം എന്താണെന്നറിയോ? 1-ാം വാക്യത്തിൽ കൈവിട്ടോ എന്ന് പറഞ്ഞ ദൈവം, ആമേൻ, ഭക്തൻ പ്രാർത്ഥന നിർത്തിയില്ല, പ്രാർത്ഥന കൂട്ടി. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? നമ്മളെല്ലാം കൈവിട്ടു എന്ന് തോന്നിയാൽ ബൈബിളൊക്കെ അടച്ചു വെച്ച്, സ്കാബൊക്കെ എവിടെയെങ്കിലും കെട്ടി തൂക്കി, പായെല്ലാം ചുരുട്ടി വെച്ച് പരിപാടിയെല്ലാം നിർത്തി കൊട്ടും പാട്ടും നിർത്തും. പക്ഷെ ഭക്തൻ അതിന് ഒതുങ്ങിയില്ല. ഭക്തൻ പറഞ്ഞു, രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എന്റെ സങ്കടം ബോധിപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും, എന്റെ പ്രാർത്ഥന കൂട്ടും. നമ്പർ 2, 22-ന്റെ 3-ാം വാക്യം. ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവനെ. 2, കൈവിട്ടെന്ന് തോന്നിയാൽ ദൈവദാസനെ, നിന്നെ ആരാധിച്ച ഞാൻ നൃത്തം ചെയ്യാൻ തുടങ്ങും. ഇരുന്ന് ആരാധിച്ച ഞാൻ ഓടി നടന്ന് ആരാധിക്കാൻ തുടങ്ങും. അതിന്റെ അർത്ഥം കൈവിട്ടെന്ന് തോന്നുമ്പോൾ എന്റെ ആരാധന ശക്തമാകും. എപ്പോ കൈവിട്ടെന്ന് തോന്നുന്നോ അപ്പോൾ പ്രാർത്ഥന കൂട്ടും. 2, എന്റെ ആരാധന കൂട്ടും. 3, ഇസ്രായേലിന്റെ ദൈവമേ, നീ പരിശുദ്ധനാകുന്നല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധിയെ കയറി ഞാൻ തൊടില്ല. എന്നോട് ഒരാൾ ചോദിച്ചു, കൊച്ച് അഡ്മിഷൻ കിട്ടാതെ വന്നപ്പോ ഒരു പുള്ളിയോട് ചോദിക്കുക, നമ്മുടെ ദൈവം ദൈവമാണോ? ഞാൻ പറഞ്ഞു, മിണ്ടിയേക്കരുത്. തന്റെ കൊച്ചിന് അഡ്മിഷൻ കിട്ടിയില്ലെന്ന് കരുതി ദൈവത്തിന്റെ പരിശുദ്ധിയെ കയറി ചോദ്യം ചെയ്യരുത്. കൈവിട്ടു എന്ന് തോന്നിയപ്പോഴും ദാവീദ് പറയുന്നു, ദൈവമേ നീ പരിശുദ്ധനല്ലോ. ഇരുന്നില്ല. അതിന്റെ 22-ന്റെ 4-ാം വാക്യം. പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവരാശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അതിനർത്ഥം എന്താണെന്നറിയാമോ? 4, നീ എന്നെ വിടുവിച്ചില്ലെങ്കിലും എന്നെ കൈവിട്ടാലും ആശ്രയിക്കുന്നത് നിന്നെ തന്നെ ആയിരിക്കും. എന്നെ വിടുവിച്ചാലും ഞങ്ങൾ സേവിക്കുന്ന ദൈവം, ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലോ ഞങ്ങൾ ഈ ദൈവത്തെ തന്നെ സേവിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. സ്തോത്രം. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞു, ഇപ്പൊ ഇവിടെ പാൻറ്റൊക്കെ ഇങ്ങനെ നല്ലവണ്ണം ഇൻസൈഡൊക്കെ ചെയ്ത് ബെൽറ്റ് ഇട്ട് നിൽക്കുക. ഞാൻ മേടിച്ച ബെൽറ്റിന് ഹോളിട്ട് അവസാനം ഹോൾ ഇടാനില്ലാത്തത് കൊണ്ട് ചരടെടുത്തിട്ട് കെട്ടി. ഇൻസൈഡ് ചെയ്യാനില്ല. ഷർട്ട് പുറത്തിടും, അകത്ത് ചാക്കുവള്ളി കെട്ടും. ഒരിക്കൽ ദൈവത്തിൽ വരാത്ത ചേട്ടൻ ഞാൻ ഷർട്ട് അഴിക്കുമ്പോൾ, ഷർട്ട് ഊരി മാറ്റുമ്പോ ഈ ചാക്കുവള്ളി കെട്ടിയത് കണ്ട് എന്നോട് ചോദിച്ചു, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവൻ ഈ ചാക്കുവള്ളി കെട്ടേണ്ട ഗതികേട് വന്നല്ലോടോ. ആ ചേട്ടന് വീട് വെക്കാൻ 9 സെന്റ് സ്ഥലം ഞാനാ വാങ്ങിച്ചു കൊടുത്തേ. ഒരു സ്വതന്ത്രം പറ. ദൂത് മനസ്സിലായോ? ചിലപ്പോഴൊക്കെ കൈവിട്ടെന്ന് തോന്നാം, പക്ഷേ ഉപകാരം ഒന്നും മറക്കരുത്. ഒരു ഹല്ലേലൂയ ഒന്ന് പറ. ഉപകാരം ഒന്നും മറക്കരുത്. കരമടിച്ചൊന്ന് ദൈവത്തിന് നന്ദി പറ. അവൻ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് അവൻ ചെയ്ത നന്മയാ കുഞ്ഞ്. അവൻ ചെയ്ത ഉപകാരം മറക്കരുത്. ഈ ഗ്ലാമറോടെ ഇരിക്കുന്നത്, ഈ കയ്യും കാലും പൊക്കുന്നത്, ഈ നൃത്തം ചെയ്യുന്നത്, ആഹാരം വാരി കഴിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. 95 കിലോ വെയിറ്റുള്ള 48-കാരൻ ഒരു പയ്യൻ കഴിഞ്ഞ ദിവസം ചർച്ച വന്നപ്പോ ഭാര്യ പിടിച്ചോണ്ട് വരുന്നു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? പക്ഷേ ഇയർ ബാലൻസ് പോയതാ. അന്ന് ഞാൻ ഒത്തിരി ആരാധിച്ചു. മനസ്സിലായില്ലല്ലേ? 90 കിലോ ഉണ്ട് അച്ചായൻ. ഭാര്യ പിടിച്ചോണ്ട് വരുന്നു. ഞാൻ എന്നാ പറ്റി?
പക്ഷേ ഇയർ ബാലൻസ് പോയതാ. ഇരിക്കുമ്പോൾ ഓർത്തേക്കണം, ആ ബട്ടൺസ് ഒന്ന് പോയാൽ നീ താഴെ പോകും. ഇരിക്കുമ്പോ ദൈവത്തിന് നന്ദി പറ. ചിലനൊക്കെ ഇരിപ്പും മട്ടും ഇങ്ങനത്തെ ഒരെണ്ണത്തെ കണ്ടിട്ടാ ഇവിടെ വന്നേ. ഒരു സ്വതന്ത്രം പറ. ആമേൻ. ഞാൻ പറയാറുണ്ട്, ഈ വിശ്വാസത്തിൽ വന്നിട്ട് കോളർ പൊക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെല്ലാം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ സകല തരികടയും കഴിഞ്ഞാൽ ഇവിടെ വന്നേ. അതുകൊണ്ട് ഇവിടത്തെ തരികടനെ കാണുമ്പോൾ അറിയാ ഇവൻ ഏതാ ടൈപ്പെന്ന്. ഒരൊറ്റ ദൂത പറയാ, നീ എത്ര ശമ്പളം മേടിക്കുന്നവനാണേലോ തമ്പുരാന്റെ മുമ്പിൽ കോളർ പൊക്കരുത്. ജീവനോടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി കരമടിച്ചാരാധിച്ചിട്ട് പറയണോ, ഞാൻ ജീവനോടിരിക്കുന്നത് എന്റെ ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ദൈവം ചെയ്ത ഉപകാരം എന്ത് ചെയ്യരുത്? മറക്കരുത്. ഈ മറക്കുന്നവരാരാന്നറിയോ? ദൈവം ചെയ്ത ഉപകാരം മറക്കുന്നത് ഈ ഹൃദയം ക്ഷീണിച്ചവനാ. അവന് ഞാനൊരു പേരിടും. 102 സങ്കീർത്തന ഹെഡിങ് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അരിഷ്ടനാ ദൈവം ചെയ്ത നന്മ മറക്കുന്നത്. മനസ്സിലായില്ലല്ലേ? അരിഷ്ടന് 3 പേരിട്ടു. അരിഷ്ടന് 3 പേരിട്ടു. 1 വേഴാമ്പൽ, 2 മൂങ്ങ, കുരുകിൽ. അരിഷ്ടൻ തനിക്കിട്ട പേരാ മുരുകിൽ, വേഴാമ്പൽ, മൂങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കയറി മൂങ്ങ എന്ന് വിളിച്ചാൽ പുള്ളി വിവരങ്ങൾ എടുക്കും. 102 സങ്കീർത്തനത്തിൽ പുള്ളി പറഞ്ഞു, ഞാനൊരു മൂങ്ങായ, ഞാനൊരു കുരുകില. പക്ഷെ അടുത്ത അധ്യായത്തിൽ വന്നപ്പോ പുള്ളിക്ക് മനസ്സിലായി, ഞാൻ ഈ മൂങ്ങയായിട്ട് ഇരിക്കാൻ കാര്യം എന്താണെന്നറിയാമോ? ദൈവം ചെയ്ത നന്മ പറയാത്തോണ്ടാ. 103 പുള്ളി അങ്ങ് പാടി, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഇത് പറഞ്ഞപ്പോൾ 5-ാം വാക്യത്തിൽ തന്റെ യൗവനം കഴുകനെ പോലെ പുതുകാൻ തുടങ്ങി. മൂങ്ങ മാറി, കുരുകില് മാറി, വേഴാമ്പല് മാറി. താനാരായി? താന് കുരുകില് മാറി, വേഴാമ്പല് മാറി. താൻ കഴുകനെ പോലെ ചിറകടിച്ചു കയറാൻ തുടങ്ങി. ദൈവമക്കളെ, കഴുകനാകണോ? ദൈവം ചെയ്ത നന്മ പറഞ്ഞാൽ മതി. ആ 2 കൈ അങ്ങ് നീട്ടിട്ട് പറയണം, 2 കൈ തന്നതിന് നന്ദി. നല്ല കരങ്ങൾ തന്നതിന് കരമടിക്കണം. നല്ല കാല് തന്നതിന് നന്ദി പറയണം. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. ആമേ. വെറുതെ ബുള്ളറ്റിന് പോയി എൻ്റെ വണ്ടിക്കെട്ടുകൊണ്ടുവന്ന് ഒരുത്തൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ബാക്കി കൊണ്ടുവന്ന് ഇടിച്ചു തെറിച്ച് വീണു. ബുള്ളറ്റ് കാലേ വീണു. 2 മാസം പ്ലാസ്റ്റർ ഇട്ടിരുന്നു. അന്ന് മനസ്സിലായി കാലിന്റെ വില എന്താന്ന്. ഒരു അല്ലല്ലോ എന്ന് പറഞ്ഞേ. അവൻ ദൈവം ചെയ്ത ഉപകാരം മറക്കരുത്. 4:5-22 ഞാൻ എൻ്റെ സഹോദരന്മാരോട് വചനം പറയും, കൈവിട്ടാലും വീട്ടിലുള്ളവരോട് വചനം പറയും. അടുത്തത് 22:30 ഒരു സന്തതി അവനെ സേവിക്കും, കൈവിട്ടാലും എൻ്റെ തലമുറ അവനെ തന്നെ സേവിക്കും. അടുത്തത് 22:25 യഹോവ ഭക്തന്മാർ കാണെ ഞാൻ നേർച്ച കഴിക്കും, കൈവിട്ടത് തോന്നിയാലും ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ടതിന് ഒരു കുറവും ഞാൻ വരുത്തില്ല. കണ്ണിക പോലെ ക്യാപ്സൂൾ പരുവത്തിൽ 7 കാര്യം ഞാൻ പറഞ്ഞു. കൈവിട്ടെന്ന് തോന്നിയാൽ ഞാൻ എന്ത് ചെയ്യും? ഇന്ന് രാത്രി ഒരിക്കലും കൈവിടാത്തൊരു ദൈവത്തെ കുറിച്ച് പറയാനാ കൊച്ചിയിൽ നിന്ന് ഇത്രയും വാഹനം ഓടിച്ച് ഈ സന്ധ്യയ്ക്ക് ഇവിടെ വന്നത്. കൈവിട്ടു എന്ന് തോന്നാം, പക്ഷെ കൈവിടില്ല. കൈവിടാത്ത കർത്താവിനെ നമുക്കൊരു നിമിഷം കൂടി ഒന്ന് ധ്യാനിക്കാം. ആ കണ്ണുകളൊന്ന് വേഗത്തിൽ അടച്ചേ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ വാക്ക് ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. ആ കണ്ണുകളടച്ച് ഹൃദയം ഏകാഗ്രതയോടെ ആമേൻ സ്തോത്രം നിങ്ങളുടെ വലതുകരം നെഞ്ചിനോട് ചേർത്ത് വെച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. എന്നിട്ട് പറ, കർത്താവേ, അങ്ങ് ഞങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. അങ്ങ് ഞങ്ങളെ കൈവിട്ടെന്ന് ഞങ്ങൾക്ക് തോന്നാം,
പക്ഷെ അത് യാഥാർത്ഥ്യമല്ല. കൈവിട്ടെന്ന് തോന്നിയാലും ഞങ്ങളുടെ പ്രാർത്ഥന കുറയ്ക്കില്ല, ആരാധന കുറയ്ക്കില്ല, അങ്ങേ ആശ്രയിക്കുന്നത് കുറയ്ക്കില്ല, അങ്ങയുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്യില്ല, അങ്ങ് ചെയ്ത നന്മ മറക്കുകയില്ല. സഹോദരങ്ങളോട് അങ്ങയുടെ വചനം ഘോഷിക്കും. ഞങ്ങളുടെ തലമുറ നിന്നെ തന്നെ സേവിക്കും. കർത്താവേ, നിന്റെ ജനത്തെ ആശീർവദിക്കും. അതേ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.